നമസ്കാരം, അൽബേനിയയിലാണ്. അൽബേനിയയിലെ 4ാമത്തെ ദിവസം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അൽബേനിയയിലെ ഡ്യൂറസ് എന്ന് പറഞ്ഞൊരു പോർട്ട് സിറ്റിയിലാണ്. അവിടെയാണ് നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്ന് ഇവിടുന്ന് ക്രൂയെ എന്ന് പറഞ്ഞൊരു മൗണ്ടനിലേക്ക് പോകണം. അവിടെ ഒരു മലമുകളിൽ സ്ഥാപിതമായ ബസാറൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡാജ്തി മൗണ്ടൻ റേഞ്ചസിലേക്ക് പോകും. അവിടെ നമുക്കൊരു കേബിൾ കാറും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ നമുക്ക് ഇവിടെ ഹോട്ടലിൽ നിന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ക്രൂയെ മൗണ്ടനിലേക്ക് പോകാം. നമ്മൾ അങ്ങനെ ആ മലയുടെ ടോപ്പിലെത്തി. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു സ്ഥലം കിട്ടി. ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ മേളിൽ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു എത്ര എമൗണ്ട് എന്നുള്ളത് ഞാൻ നോക്കി. കാറിന് 200 ലിറ, വാനിനൊക്കെയാണ് 500 ലിറ. അപ്പോൾ 200 ലിറ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. അതല്ല ഇവിടെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുറത്തും പാർക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്. അതായത് നമ്മുടെ ഈ അൽബേനിയയുടെ പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം വിളിച്ചോതുന്ന രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനിലുള്ളൊരു മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് സുവനീഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അൽബേനിയയുടെ ടീഷർട്ടുകൾ, ഹുഡികൾ, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റുകൾ, ഇതൊക്കെ നല്ല രസമല്ലേ. ഇതൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. അങ്ങനെ നമുക്കൊരു കത്തി വിലയൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് എവിടെ ചെന്നാലും ഒരു 200 ലക്കിനൊക്കെ, യു ഹാവ് മോറിയ, ഒരു 200 ലക്കിനൊക്കെ നമുക്ക് സുവനീഴ്സും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അവൈലബിൾ അല്ലേ. 200-250 മാക്സിമം. ഇത് മറ്റേ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനമല്ലേ ഇടി? ഹലോ. അപ്പച്ചൻ നമ്മളെ വിളിച്ചിട്ട് അപ്പച്ചൻ്റെ കടയിലേക്ക് പോയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. നൈസ് ഷോപ്പ്. Shop good. Yeah. I tappeti. Small tappeti. Come just tappeti small, bigger tappeti. 15 euro. 10 euro. 15 യൂറോ 10 യൂറോ എന്നൊക്കെയാ പറയുന്നത്. I argento silver. You know what's the problem? We have no luggage to. Aeroplane, no problem. Aeroplane, no bagage. Big problem. Your table close, no? Next time. Next time I'll come for shopping. Next time I'll come for shopping. Yeah. Thank you. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും കടയിലൊക്കെ കയറി എന്തെങ്കിലും നോക്കാൻ തന്നെ പേടി. കാരണം ഇവരൊക്കെ നമ്മളെ ആശയോടെ നോക്കുന്നത് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുമെന്നുള്ള രീതിയില്ലേ. അങ്ങനെ നമ്മൾ ട്രാപ്പിലായി പോകും. പിന്നെ മനസ്സങ്ങ് കട്ടിയാക്കി ഒക്കെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ഒരു വാമപ്പിന്റെ രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവര് ദേ ആർ എക്സ്പെക്ടിങ് സംതിങ് ബിഗ്. അതായത് ഏപ്രിൽ മുതൽ അങ്ങോട്ട് നല്ല സീസൺ ആണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് തയ്യാറെടുത്തിരിക്കുകയാണ്. മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളും സ്റ്റോക്കൊക്കെ റീസ്റ്റോക്ക് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ ബിസിയാണ് എല്ലാവരും. നിങ്ങൾക്ക് അൽബേനിയയുടെ നല്ല സുവനീഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രൂയ ഈ മാർക്കറ്റ് സന്ദർശിച്ചാൽ മതി. എല്ലാ വെറൈറ്റീസും 200 ലിറ 250 ലിറയൊക്കെയാണ് മാക്സിമം അവർ ചാർജ് ചെയ്യുന്നത് എല്ലായിടത്തും. നല്ല വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇന്നലെ ഞങ്ങൾ ദേരത്തിൽ പോയി, പക്ഷെ അവിടെ ഞങ്ങൾ വേറെ ഒന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അത് മദർ തെരേസയുടെ പക്ഷെ അതിലും നല്ലത് ഇവിടെ ഇച്ചിരൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം ഗൈസ്, നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ഇച്ചിരൂടെ നല്ല ലിറ്റപ്പ് ഒക്കെ ആയിട്ടേ കളർഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈ ബസാറിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കാസിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളിലെല്ലാം മുകളിലായിട്ട് അൽബേനിയൻ ഫ്ലാഗ് ഇങ്ങനെ പാറിപ്പറക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം തിരാനയിൽ നമ്മൾ കണ്ടിരുന്നു ഒരു സ്കാൻഡർബർഗ് സ്ക്വയർ. അവിടെ നമ്മളൊരു യോദ്ധാവിൻ്റെ സ്റ്റാച്ചു കണ്ടിരുന്നു, സ്കാൻഡർബർഗിൻ്റെ. അപ്പം സ്കാൻഡർബർഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ നേതാവ് എന്ന് പറയുന്നത്. അപ്പം ഓട്ടോമാനെതിരെയുള്ള സ്കാൻഡർബർഗിന്റെ പോരാട്ട സമയത്ത് അതിനുള്ള ഗൂഢാലോചനകൾ നടന്നിരുന്നത് ഈ കാസിൽ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ഗൂഢാലോചനയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അവർ കൊണ്ടുപോയിരുന്നു. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തത് നമുക്ക് അങ്ങ് അനുമാനിക്കാം. കാരണം ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെയാണുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ യുദ്ധങ്ങൾക്കുള്ള തന്ത്രങ്ങളെല്ലാം മെനഞ്ഞിരുന്നത് ഈ കാസിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ കാസിൽ പോയി കാണാം. ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചേക്കണം അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങൾ. ഇപ്പോ ഈ കാസിലിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്ന് നമ്മളിപ്പോ കണ്ട ആ ബസാറൊക്കെ, പിന്നെ ഇതിൽ തന്നെ ഹിസ്റ്റോറിക് നാഷണൽ മ്യൂസിയം ഉണ്ട്, ഒരു എത്നോഗ്രാഫിക് മ്യൂസിയം ഉണ്ട്, പിന്നെ ഒരു മെഡീവൽ ഹമാം ഉണ്ട്, ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിന്റെ പേര് ഡോൾമ ടെമ്പിൾ. പിന്നെ
ഒരു ചേർച്ച് ഉണ്ട്, ക്ലോക്ക് ടവർ ഉണ്ട്, മോസ്ക് ഉണ്ട്, എല്ലാം ഇതിനോട് ചുറ്റുമായിട്ട് ഉണ്ട്. ഒരമ്മച്ചി എന്തോ പ്രതീക്ഷിച്ച് ചാടി എണ്ണിച്ചിട്ടുണ്ട്. എന്തോ ചോദിക്കുന്നത് ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോട്ടെ, സാറില്ല, ഒരു പ്രായമായ അമ്മച്ചിയല്ലേ. ഈ സ്കാൻഡർബർഗ് മ്യൂസിയം എന്ന് പറയുന്നത് അത് സിംബലൈസ് ചെയ്യുന്നത് ഇവിടുത്തെ അൽബേനിയൻസിൻ്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് അവരുടെ ഒരു റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ഓട്ടോമൻ ഇൻവേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മോറിയൽ ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് സ്കാൻഡർബർഗ് മ്യൂസിയം. അപ്പോൾ അതിന് ചുറ്റുപാടുമായിട്ട് അവരുടെ തന്നെ എത്നോഗ്രഫിക് മ്യൂസിയം ഉണ്ട്, അവരുടെ മോസ്ക്, ഹമാം, അങ്ങനെ എല്ലാം ഈ ഒരു കാസിലിനകത്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് അവറും ക്ലോസിംഗ് അവർ എഴുതും. 9 മണിക്ക് വെക്കണമെങ്കിൽ 5 മണിക്ക് ഇവർ അടയ്ക്കും. പിന്നെ മൺഡേ ക്ലോസ്ഡ് ആണ് എഴുതിയിട്ടുണ്ട്. ക്രൂയ മ്യൂസിയം. അപ്പോൾ ഗൈസ്, ക്രൂയയിൽ വരുന്നവർക്ക് ഇവിടെ ആ ട്രഡീഷണൽ രീതിയിലുള്ള സാധനങ്ങളുടെ ഷോപ്പിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ സുവിനേഴ്സ് ഒക്കെ ഒരുപാട് വാങ്ങിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാസിലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. മ്യൂസിയത്തിൽ എൻ്റർ ചെയ്യുന്നതിന് ഒരാൾക്ക് 500 ലക്ക് അല്ലേ? 500 എന്നല്ലേ പറഞ്ഞത്? 500 ലക്ക്. ബൈ ബൈ ഗൈസ്. 100 രൂപയ്ക്ക് 2 ഉമ്മ കിട്ടി ഗൈസ്. പാവം. എൻട്രൻസിൽ തന്നെ ഇരിപ്പുണ്ട് അമ്മച്ചി. സിറ്റി ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻസ് കാര്യങ്ങൾ. അപ്പോൾ ഈ മൗണ്ടൻസ് നാട്ടിൽ നമ്മൾ അടിവാരത്ത് താമസിക്കാനൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞു. അതെ അതെ അതെ, എല്ലാം മിക്കവാറും ഉള്ളവരെല്ലാം സാധാരണക്കാരാണ്. എല്ലാം സാധാരണക്കാരാണ്. അങ്ങനെ താമസിക്കും. ഇന്നലെ നമ്മൾ പോയപ്പോൾ കണ്ടില്ല, എല്ലാം ഈ ആടിനെ വളർത്തുന്നവര്, പശുവിനെ വളർത്തുന്നവര്, മീൻ പിടിക്കുന്നവര്, അങ്ങനത്തെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ്. പിന്നെ യൂത്ത്സ് എല്ലാം അവർ തിരാനയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി കാണും. ഇവിടെ യൂത്ത്സിനെ ഒന്നും അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. വരുന്ന വഴിയാണെങ്കിലും ഈ സ്ട്രോബെറിയുടെയൊക്കെ ഫാം, ഈ വൈൻയാർഡ്സും അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ക്ലൈമറ്റ് കാരണം ഗ്രീൻ ഹൗസ് പോലെ ബിൽഡ് ചെയ്തിട്ടാണ് ഇവരിതെല്ലാം വളർത്തുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഓർഗാനിക് ഫ്രൂട്ട്സ് സ്ട്രീറ്റിൽ ഓൺ റോഡ്സ് വെച്ച് അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സർബത്ത് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് അതും, അതായത് റോഡുകളൊക്കെ ഇങ്ങനെ മൈലുകളോളം കിടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ വെയിലത്താണ് ഇവർ നിൽക്കുന്നത്. അതിൻ്റെ അടുത്തെങ്കിൽ ഒരു വീടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ പോകണമെങ്കിലും ചിലപ്പോൾ മൈലുകൾ സഞ്ചരിച്ചാൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബസ് കണക്ടിവിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരിക്കും. ഞങ്ങളിവിടെ നിന്ന സമയത്ത് ഒരു ഫാമിലി റോഡിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു വരുന്ന വണ്ടികൾക്കൊക്കെ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മിക്സഡ് അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു മിക്സഡ് ഇമോഷനാണ് ഞങ്ങൾക്ക് അൽബേനിയയെ പറ്റി, അല്ലേ? ഇതിപ്പോൾ അൽബേനിയയുടെ ഒരു ഷോൾഡർ സീസണാണ്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മുതൽ അങ്ങോട്ടായിരിക്കണം ഇവിടെ തീർച്ചയായിട്ടും ലൈവ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവർ എന്തിനോ വേണ്ടി ഭയങ്കരമായിട്ട് തയ്യാറെടുക്കുന്ന നമുക്കിവിടെ ഫീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏപ്രിൽ മുതൽ അങ്ങോട്ട് നല്ല ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടാവും. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും അല്ലേ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്. ഒരു കടയിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഒരു മെയ്, ജൂൺ, ജൂലൈ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമാണ് ഇവിടുത്തെ ബീച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ ബോട്ടിങ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മൾ സറാണ്ടെ പോയില്ലേ, അത് നമ്മൾ പോയ ആ ബ്യൂണക്ക് എന്ന് പറയുന്ന ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ചുമ്മാ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഫുൾ ലൈവായിട്ടുള്ളൊരു ബ്യൂണക്ക് ബീച്ചിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റി. കണ്ടപ്പോൾ ഞെട്ടിപ്പോയല്ലേ? കാരണം നമ്മൾ കണ്ടതല്ല ഇവിടെ. കാരണം ഓഫ് സീസൺ ആയപ്പോഴത്തേന് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ മാറി. 2 ബീച്ചസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഒന്നാം ബ്യൂണക്ക് ബീച്ചും പിന്നെ മാംഗോ ബീച്ചും. മാംഗോ ബീച്ചിലെ ആണെങ്കിലും നല്ല എന്താ പറയുക, ക്ലിയർ വാട്ടറാണ്, നല്ല രസമാണ്. അവിടെ മറ്റേ സാൻഡ് അല്ല, എന്താ അതിന് പറയണ, സ്റ്റോൺസ് ബീച്ചാണ്. അപ്പം അൽബേനിയ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ വന്നാൽ എനിക്ക് തോന്നുന്നു നല്ല ലൈവ് ആയിരിക്കും. നല്ല തിരക്കും ഉണ്ടാവും. അതുകൂടെ എക്സ്പെക്ട് ചെയ്യണം. മാർച്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ടെല്ലാം നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു ഫുൾ ലൈവായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നമുക്കത് മനസ്സിലായൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ടെമ്പറേച്ചറും നോക്കുക. അതായത് ജൂലൈ ഞങ്ങളോട് ഇന്ന് താമസിച്ച ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞു 40 ഡിഗ്രി ഒക്കെ വരെ ഇവിടെ സമ്മർ വരും എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ടെമ്പറേച്ചറും കൂടെ നോക്കുക. 40 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂടായി. ഇതിപ്പോൾ 16 ഡിഗ്രി 17 ഡിഗ്രി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാറിനൊക്കെ പോകുമ്പോഴാണെന്നില്ല ആ വിൻഡോയിൽ കൂടെ അടിക്കുന്ന ഹീറ്റ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഈ പുറത്തിറങ്ങുന്ന സമയത്ത് ചെറിയ കാറ്റുള്ളതുകൊണ്ട് അത്രയും ഫീൽ ചെയ്യത്തില്ല. നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ മലയിൽ നിന്ന് ഞങ്ങൾ ഇനി അടുത്ത മലയിലേക്ക് പോവാണ്, അല്ലേ? നമ്മുടെ ഒരു കേബിൾ കാർ ഉണ്ട് നമ്മുടെ തിരാന അടുത്ത് ഡാജ്തി മൗണ്ടൻസിൽ. അതെ, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അൽബേനിയ ചൂസ് ചെയ്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പുമായിട്ട്. അപ്പം ഞങ്ങളിനി ഡാജ്തി മൗണ്ടനിലേക്ക് പോവാണ്. അപ്പം ഇനി അവിടെ വെച്ച് കാണാം.
നമുക്ക് ഈ യാത്രയിൽ 2 മലയാളി ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നു. നമ്മൾ സെയിം ഫ്ലൈറ്റിന് തന്നെയാണ് അൽബേനിയക്ക് വന്നത്. ഇനി തിരിച്ചു പോകുന്നതും സെയിം ഫ്ലൈറ്റിന് തന്നെയാണ്. ചങ്ക് പിള്ളേരാണ് രണ്ടുപേരും. നല്ല അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സുമാണ്. ഭക്ഷണം കഴിച്ചില്ല, നമുക്ക് ഒരുമിച്ച് പോയി അന്നേരം കഴിക്കാം. ഞങ്ങൾ എന്തായാലും ഇപ്പൊ എന്തായാലും 2 മണിക്കൂർ എടുക്കുമല്ലോ എന്തായാലും അല്ലേ? വിളിക്കാം. കുഴപ്പമില്ല, കൊള്ളാം. എമിറേറ്റ്സ് കയറിയിട്ടുണ്ട്. അതിനേക്കാളും നല്ല ദൂരമുണ്ട്. ഓ, എമിറേറ്റ്സ് കുറച്ച് നേരമല്ലോ. ഇത് നല്ല മലയുടെ മുകളിൽ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണാം. അപ്പൊ കഴിച്ച് നമ്മളങ്ങനെ ആ മല മുകളിലെത്തി. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് ഡാറ്റ്സ് എക്സ്പ്രസ് കേബിൾ കാറിന്റെ സ്ഥലം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിന്റെ മേളിൽ ചെന്നിട്ടുണ്ടെന്ന് പറയാം. നമുക്ക് അതൊക്കെ നോക്കാം. 14 യൂറോ, 12 പൗണ്ട്, ഏകദേശം 1400-1300 രൂപ 2 പേർക്ക്. ഒരാൾക്ക് 2 പേർക്കൂടെ 2800. UK നമ്മുടെ ഗ്രീൻവിച്ച് പെനിൻസുലയിലുള്ള എമിറേറ്റ്സ് കേബിൾ കാർ അറിയത്തില്ലേ? അതിന്റെ ഒക്കെ ഒരു വൈബുണ്ട്. നമുക്ക് പോകാനുള്ള പേടകം ദാ വരുന്നു. പേടിയുണ്ടോടി? എനിക്ക് എന്താ തരത്തില്ല, ഈ സാധനം ആദ്യത്തെ ഒരു ആവേശമുള്ളൂ, പിന്നെ പേടിയാ. അപ്പോൾ ഗൈസ് അങ്ങനെ കേബിൾ കാർ റൈഡ് തുടങ്ങിയിരിക്കുകയാണ്. ഗൈസ് സോറി ഫോർ ദ വിഷ്വൽസ്. ആരൊക്കെയോ കുത്തി വരച്ച് വെച്ചേക്കുവാണ്, അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാഞ്ഞത്. സോറി. ആ മലയുടെ മണ്ടയ്ക്ക് സാധനം കയറി പോകുന്നുണ്ട് കേട്ടോ. നിങ്ങക്ക് കാണാമോ? കണ്ടേ? ദൈവമേ, അവിടെ നിന്ന് ഇവര് പൊക്കി എടുക്കുവാണോ തൂക്കി എടുക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ഇതിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അൺബിലീവബിൾ. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എനിക്കറിയത്തില്ല. മാക്സിമം കാണിച്ചു തരാം. വന്ന് എക്സ്പീരിയൻസ് ചെയ്യും ഗൈസ്. അതിനുണ്ടായിരുന്നു അന്യായം. ഇങ്ങനെ ഗൈസ് നമ്മൾ ഇതിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഓരോ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് അഡ്വഞ്ചേഴ്സ് എന്തെങ്കിലും ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കിനിയും ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം. എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. എന്തായാലും ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. ഇത് വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ ചെയ്യുക. ഇവിടെ ഒരു ATM വെച്ചിട്ടുണ്ട്. ഈ ATM സാധാരണ കളിപ്പിക്കാറാ പതിവ്. ഇവിടെ പൈസ ഉണ്ടോ നോക്കട്ടെ. ഇല്ല ഗൈസ്. നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ ചുമന്ന ATM കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു ATM 24/7 മണി ഗെറ്റ് വെറുതെ കേട്ടോ. ഓരോരെണ്ണം വർക്ക് ചെയ്യത്തില്ല. മുമ്പ് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ഡയറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മിനി ഗോൾഫ്, ടെലിസ്കോപ്പി, ലോഞ്ച് ബാറ്, ഹോട്ടൽ റൂഫ് ടോപ്പ്, സംതിങ്. ഇവിടെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അത് വർക്കിംഗ് അല്ലെന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ആയിട്ട് ഓപ്പൺ ആവുമായിരിക്കും. ഇപ്പോൾ ഗൈസ് ഇവിടെ ഒരു മിനി ഗോൾഫ് സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടവരായിരിക്കും. ഒന്നും വലിയവരെ ഉദ്ദേശിച്ചായിരിക്കത്തില്ല, പിള്ളേരെ ഉദ്ദേശിച്ചായിരിക്കണം. ഗൈസ് ഇതാണ് കപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ്ട് ആൾക്കാർ പേരെഴുതിയിട്ട് ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയിലെ ആചാരങ്ങളാണല്ലോ. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തി? നമുക്കൊരു എന്ത് ഷോക്കടിച്ചോ? പിന്നെ പൊടി അവിടുന്ന് കണ്ടേ? ആരാണ്ട് നമ്പർ ലോക്ക് വരെ ഇട്ട് വെച്ചിട്ടാ പോയേക്കുന്നത്. ഇല്ല. നമുക്കിവിടെ ഒരു ഫോട്ടോ ബാൽക്കണി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100
ലേക്ക് അല്ലെങ്കിൽ €1 ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി എടുക്കും. ഇവിടെ ഒരു ക്യാമറ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് 100 ലേക്ക് ഇട്ടൊരു പ്രിന്റ് എടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഗൈസ് നമ്മളിപ്പം 100 ലേക്ക് ഇട്ടിട്ട് ഫോട്ടോ എടുത്തു. ഫോട്ടോ ഇങ്ങനെ ഇവിടെ നമ്മുടെ ക്യാമറ ഡിസ്പ്ലേ ആയി വരും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പോസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു 15 സെക്കൻഡ്സിനുള്ളിൽ പ്രിന്റ് വരുമെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് സീ. വന്നു ഗൈസ്. വാ, കുതിരസവാരി കൊണ്ടവർക്ക് പോകാൻ വേണ്ടിയുള്ള കുതിരകൾ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു അപ്പച്ചൻ ഇവിടെ പോപ്കോൺ വെക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കേബിൾ കാർ നമ്മളിവിടെ മേളിൽ വന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എനിക്കൊന്നും കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടും തോന്നല്ലേ? കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ്. അങ്ങനെ അപ്പോൾ നമുക്കിനി കേബിൾ കാറിന് കയറി തിരിച്ച് താഴേക്ക് പോകാം. അപ്പോൾ ഗൈസ് അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും കാണും വരെ ബൈ. UK to the wall.